സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിൽ കടുത്ത ആശങ്ക. ശുചീകരണ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ ഡെങ്കിപ്പനി, എലിപ്പനി കേസുകളും കുത്തനെ ഉയരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. രോഗി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന 4 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിൽ ആകെയുള്ള 104 പേരിൽ 4 പേർ ഹയസ്റ്റ് റിസ്കിൽപ്പെട്ടവരും 14 പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും രോഗിയുടെയും ബന്ധുവിന്റെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിൽ ഇപ്പോൾ കടുത്ത ആശങ്കയുണ്ട്. ശുചീകരണ പ്രവർത്തനമൊക്കെ വളരെ വേഗത്തിൽ തന്നെ വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു പാളിച്ചകൾ സംഭവിക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനിയോടൊപ്പം തന്നെ എലിപ്പനി കേസുകളും കുത്തനെ ഉയരുമെന്നാണ് ഇപ്പോൾ വിദഗ്ധരുടെ മുന്നറിയിപ്പ് എത്തുന്നത്. അതുപോലെ തന്നെ ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിക്കടി ഓരോ ദിവസവും ഷിഗല്ല രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനിലയിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. രോഗി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. എന്തായാലും രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന 4 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ആകെ 104 പേരിൽ 4 പേർ ഹയസ്റ്റ് റിസ്കിൽപ്പെട്ടവരും 14 പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും രോഗിയുടെ ബന്ധുവിന്റെയും ഒക്കെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായിരുന്നു. എന്തായാലും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പനിയോ മറ്റ് ലക്ഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലൊന്നും വിടരുതെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികൾ പോയി ചികിത്സ നേടേണ്ടതുണ്ട്. എന്തായാലും എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ ഇത്തരത്തിൽ വേഗം തന്നെ ചികിത്സ നേടണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്തായാലും ശുചീകരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിക്കുകയാണെങ്കിൽ എലിപ്പനി കേസുകളും ഡെങ്കിപ്പനിക്കൊപ്പം തന്നെ കുത്തനെ ഉയരുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.